إن الحمد لله الكريم المنان الذي خلق الإنسان علمه البيان الذي أنزل القرآن في شهر رمضان هدى للناس وبينات من الهدى والفرقان اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس أوصيكم وإياي بتقوى الله. പ്രിയമുള്ള മുഅ്മിനുകളെ മുഅ്മിനത്തുകളെ, ഇന്ന് പെരുന്നാൾ ദിനമാണ്. ഒരു മാസത്തെ വ്രതം പൂർണ്ണമായും സന്തോഷത്തോടുകൂടി ആചരിച്ച് തീർത്തതിലുള്ള ആഹ്ലാദ പ്രകടനമാണിന്ന്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കഴിഞ്ഞ ഒരു മാസം സവിശേഷമായ ഒരു രീതിയിലാണ് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. എല്ലാറ്റിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു. നമസ്കാരമായിരുന്നു അതിന്റെ കേന്ദ്രബിന്ദു. അവ്വലു വക്തിന് ജമാഅത്തിനോടൊപ്പം നമസ്കരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു. നമസ്കാരത്തിന് ശേഷം ദിക്റുകൾക്കും ദുആകൾക്കും നമ്മൾ സമയം കണ്ടെത്തി. നമ്മുടെ ജീവിതത്തിന്റെ റൂട്ടീൻ അതിനനുസരിച്ച് ക്രമീകരിച്ചു. നിരന്തരമായി നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ടു. ഖുർആൻ പാരായണം ചെയ്തു. ചില ഭാഗങ്ങൾ മനഃപ്പാഠമാക്കി, ചില ഭാഗങ്ങൾ അർത്ഥം മനസ്സിലാക്കി, ചില ഭാഗങ്ങൾ വളരെ വിശദമായി ഖുർആൻ പഠിച്ചു മനസ്സിലാക്കി. തഹജ്ജുദ് നമസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. സഹജീവികളോട് കാരുണ്യം കാണിച്ചു. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഓരോ വക്തിനും ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ കുപ്പായം മാറ്റുന്ന സമയത്ത് കുറച്ച് നോട്ടുകൾ അതിൽ എടുത്തിടാൻ നമ്മൾ മറന്നില്ല. എന്തെങ്കിലും പിരിവുണ്ടാകും, ആരെങ്കിലും സഹായിക്കാനുണ്ടാകും. ഉത്തരേന്ത്യയിൽ നിന്നോ ദക്ഷിണേന്ത്യയിൽ നിന്നോ ഏതെങ്കിലും സ്ഥാപനങ്ങൾ വരും. അവരെ സഹായിക്കണമെന്ന മുൻകരുതൽ നമ്മൾ കാണിച്ചു. ജീവിതം ഒരു പ്രത്യേക ചിട്ടയിൽ വന്നു. ഇന്ന് ആ മാസം അവസാനിക്കുകയാണ്. ആ മാസം അവസാനിക്കുന്നതിനർത്ഥം ഈ മുഴുവൻ ചിട്ടകളും നമ്മൾ ഒഴിവാക്കണമെന്നല്ല. ഒന്ന് ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം
ഈ ഒരു മാസം കഴിഞ്ഞ പോലെയാണല്ലോ വേണ്ടത്. നമസ്കാരമാണല്ലോ നമ്മുടെ ആണിക്കുറ്റി. അതിന് ചുറ്റുമാണല്ലോ നമ്മുടെ ജീവിതം കറങ്ങേണ്ടത്. ളുഹ്ർ നമസ്കരിക്കുന്നതിന് മുമ്പ് വീട് അടിച്ചു തൂത്ത് വൃത്തിയാക്കണം. വസ്ത്രം അലക്കി കുളിച്ച് റെഡിയാവണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പം ഖുർആൻ പാരായണം ചെയ്യണം. 4 മണിക്ക് മുമ്പ്, അസർ മുമ്പ് വീട്ടിലെ ചില പണികൾ തീർക്കണം. അസർ നമസ്കരിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പോകണം. ഇതായിരുന്നു സ്ത്രീകളുടെ റൂട്ടീൻ. യഥാർത്ഥത്തിൽ ഇത് തന്നെയല്ലേ എല്ലാ ദിവസവും നമ്മുടെ റൂട്ടീനായി മാറേണ്ടത്? പക്ഷേ പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല. മുഅ്മിനുകളും മുഅ്മിനത്തുകളുമായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇന്നേക്ക് ശേഷം നിങ്ങൾ ഗഫലത്തിലേക്ക് മാറിപ്പോകരുത് എന്നാണ്. അശ്രദ്ധയിലേക്ക് മാറിപ്പോകരുത്. നമ്മൾ ഈ മാസം തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തല്ലോ. തൗബ എന്ന് പറയുന്നതിനർത്ഥം അള്ളാഹുവിലേക്ക് തിരിച്ചു വരലാണ്. ഇനി അള്ളാഹുവിൽ നിന്ന് നമ്മൾ തിരിച്ചു ദൂരെ പോകരുത്. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തു, പാപമോചനത്തിനുള്ള അർത്ഥനയാണ്. പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ താണ് കേണ് കരഞ്ഞു. ഇനി പാപങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകരുത്. അള്ളാഹുവിനെ ഓർക്കുക എന്നതായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക. നമസ്കാരം ദിക്റാണ്, ഖുർആൻ പാരായണം ദിക്റാണ്, തഹജ്ജുദ് ദിക്റാണ്, നോമ്പ് ദിക്റാണ്, എല്ലാം ദിക്റാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താനുള്ള അവസരമാണ്. ഈ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് പച്ച പിടിച്ച ഈമാനോടുകൂടി നിന്ന നമ്മൾ നമ്മുടെ ജീവിതത്തെ ഗഫലത്തിലേക്ക്, അശ്രദ്ധയിലേക്ക് ഇനി തിരിച്ചുവിടരുത്. അശ്രദ്ധ എന്ന് പറയുന്നത്, ഗഫലത്ത് എന്ന് പറയുന്നത് ഖുർആൻ വളരെ അധികം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വാക്കാണ്. 37 പ്രാവശ്യം ഗഫലത്തിനെ സംബന്ധിച്ച് ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. ഉലൈക കൽ അൻആം ബൽ ഹും അവൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ഹൃദയമുണ്ടായിട്ടും ചിന്തിക്കാതിരിക്കുക, മസ്തിഷ്കമുണ്ടായിട്ടും ആലോചിക്കാതിരിക്കുക, കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുക, ചെവിയുണ്ടായിട്ടും വസ്തുതകളെ കേൾക്കാതിരിക്കുക, കാണേണ്ടത് കാണാതിരിക്കുകയും കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുകയും ചിന്തിക്കേണ്ടത് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ഗഫലത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഗഫലത്ത് ബാധിച്ചവൻ മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് മൃഗം എന്ന പദവിയിലേക്ക് താഴുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽ ഹും അവർ, അതിനേക്കാൾ ചീത്തയാണവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാരാണ്? അവർ ഗഫലത്ത് ബാധിച്ചവരാണ്, അശ്രദ്ധ ബാധിച്ചവരാണ്. വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുൻ വഖുഫിയ വദൂനൽ ജഹരി മിനൽ ഖൗൽ ബിൽ ഗദ്ബി വൽ ആസാൽ. രാവും പകലും, രാവിലെയും വൈകുന്നേരവും, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിന്റെ ഹൃദയത്തിനകത്ത് നീ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. വളരെ വിനയത്തോടുകൂടി, വളരെ ഗോപ്യമായ രൂപത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള നിന്റെ സ്മരണയുണ്ടല്ലോ, അത് ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടായിരിക്കണം.
വലാ തകും മിനൽ ഗാഫിലീൻ, നീ ഗഫലത്തുള്ളവരുടെ കൂട്ടത്തിൽ പെടരുത്. ഗഫലത്ത് ആർക്കാണ് ഉണ്ടാകുന്നത്? ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മളെ കണ്ടുപിട്ടാൻ ആഗ്രഹിക്കാത്തവർക്കാണ് ഗഫലത്തുണ്ടാകുന്നത്. വറളൂ ബിൽ ഹയാത്തിദ് ദുനിയ വത്മഇന്നു ബിഹാ, ആ ദുനിയാവിലെ ജീവിതവുമായി ബന്ധപ്പെടുകയും അതുകൊണ്ട് സംതൃപ്തിയടയുകയും അത് മതി എന്ന് വെക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, അവർക്കാണ് ഗഫലത്തുണ്ടാവുക. വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് കളവ് പറയുന്നവരായിരിക്കും. യഥാർത്ഥത്തിൽ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. എന്തിനെ കുറിച്ചൊക്കെയാണോ ചിന്തിക്കേണ്ടത്, അല്ലാഹുവിനെ കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ഈ ദുനിയാവിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച്, പരലോകത്തെക്കുറിച്ച്, ഇങ്ങനെ ചിന്തിക്കേണ്ടുന്ന എല്ലാറ്റിനെ കുറിച്ചും അശ്രദ്ധമാവുക എന്നുള്ളതാണ് നമ്മുടെ രീതി. ആ രീതി ഇനി നമ്മൾ അവസാനിപ്പിക്കണം. ദുനിയാവും ആഖിറത്തും തമ്മിൽ താരതമ്യം ചെയ്യണം. ആഖിറത്ത് അനശ്വരമാണ്, എന്നാൽ ദുനിയാവ് നൈമിഷികമാണ്. ആഖിറത്ത് സുനിശ്ചിതമാണ്, എന്നാൽ അടുത്ത നിമിഷത്തിലെ ഐഹിക ജീവിതം എന്നത് അനിശ്ചിതമാണ്. അനിശ്ചിതമായതിനെ സ്വീകരിക്കുകയും സുനിശ്ചിതമായതിനെ തള്ളിക്കളയുകയും ചെയ്യരുത്. നൈമിഷികമായതിനെ സ്വീകരിച്ചുകൊണ്ട് അനശ്വരമായതിനെ ഒരിക്കലും തള്ളിക്കളയരുത്. ഇന്ന് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം, വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങളാരും ഗാഫിലുകളുടെ കൂട്ടത്തിൽ പെടരുത്. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മെ ഓർക്കുന്നതിൽ നിന്ന് ഹൃദയത്തെ അശ്രദ്ധമാക്കി കളഞ്ഞ ആളുകളുണ്ട്. ആ ആളുകളെ നിങ്ങൾ അനുസരിക്കരുത്. നിങ്ങൾ അവരെയല്ല ഫോളോ ചെയ്യേണ്ടത്, മറിച്ച് അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് ഫോളോ ചെയ്യേണ്ടത്. കഴിഞ്ഞ ഒരു മാസം നമ്മൾ നേടിയെടുത്തത് ഒരു ആന്തരിക ശക്തിയാണ്, ഒരു ഇന്നർ സ്ട്രെങ്ത്, ഒരു ആന്തരിക ശക്തിയാണ് നാം നേടിയെടുത്തത്. മനുഷ്യൻ രണ്ടുണ്ട്. ഒന്ന് മനുഷ്യന്റെ പുറത്തുള്ള മനുഷ്യനാണ്, ശരീരമെന്ന മനുഷ്യൻ. രണ്ടാമത്തെ മനുഷ്യൻ ഈ പുറത്തുള്ള മനുഷ്യന്റെ ഉള്ളിലുള്ള മനുഷ്യനാണ്. ഉള്ളിലുള്ള മനുഷ്യനാണ് ആത്മാവ എന്ന് നമ്മൾ പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യനെയാണ് നിങ്ങൾ ഈ കഴിഞ്ഞ മാസം ശക്തിപ്പെടുത്തിയത്, പ്രബലപ്പെടുത്തിയത്. അതിന് നിങ്ങൾ കഠിനമായി എക്സസൈസ് ചെയ്തു. രാത്രികാലങ്ങളിൽ, പകൽ നേരങ്ങളിൽ സ്വന്തത്തോട് മുജാഹദ നടത്തിക്കൊണ്ട്, എക്സസൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആഭ്യന്തര ശക്തിയെ നിങ്ങൾ വളർത്തിയെടുത്തു. ആന്തരിക ശക്തി, ഇന്നർ. അതിലെന്തൊക്കെയുള്ളത്? ഈമാനുണ്ട്, ലക്ഷ്യബോധമുണ്ട്, അല്ലാഹുവിനോടുള്ള താല്ലുക്കുണ്ട്, ദുനിയാവിനോടുള്ള പ്രതിപത്തിയില്ലായ്മയുണ്ട്, സ്വർഗത്തോടുള്ള ആഗ്രഹമുണ്ട്, നരകത്തെക്കുറിച്ചുള്ള ഭയമുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ആന്തരിക ശക്തി എന്ന് പറയുന്നത്. ആ ആന്തരിക ശക്തി കൂടുതൽ കൂടുതൽ ആർജിക്കുകയും ആ ആന്തരിക ശക്തിയെ നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇബ്നു അബ്ബാസ് പറയുന്ന ഒരു വാചകമുണ്ട്, റളിയല്ലാഹു തആല, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി,
അവനാണ് ഫലമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നതിന് മുമ്പ് അവസാനമായി പറഞ്ഞ വാക്കതായിരുന്നു, ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് തീ തണുത്തതാക്കി മാറ്റി. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തണുത്തതാക്കി മാറ്റി, ശാന്തതയുള്ളതാക്കി മാറ്റി, ആഹ്ലാദകരമായ ഒരു അനുഭവമാക്കി മാറ്റി തീനെ. ഇതേ വാക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞത്? അല്ലദീന ഖാല ലഹുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ജനങ്ങൾ ഇങ്ങനെ വന്നു പറയാൻ തുടങ്ങി, അതാ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങളെ നേരിടാൻ, നിങ്ങളെ നശിപ്പിക്കാൻ, നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അതാ ശത്രുക്കൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫഖ്ശൗഹും, അതുകൊണ്ട് അവരെ ഭയപ്പെടുക. ഫസാദഹും ഈമാന, പക്ഷെ റസൂലിനും റസൂലിന്റെ കൂടെയുള്ള ആളുകൾക്കും ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. വഖാലൂ ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാഹുവാണ് ഫലമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ. എന്ത് സംഭവിച്ചു? ഫൻഖലബൂ ബിനിഅ്മതിൻ മിനല്ലാഹി വഫളൽ. ആ യുദ്ധത്തിന്റെ സാഹചര്യം അനുഗ്രഹത്തിന്റെ സാഹചര്യമായി മാറി, ഔദാര്യത്തിന്റെ സാഹചര്യമായി മാറി. വലം യംസസ്ഹും സൂൻ, ഒരു തരത്തിലുള്ള മോശമായ കാര്യങ്ങളും വേണ്ടാധീനങ്ങളും ഉണ്ടായില്ല. വബ്തഗൂ മർളാത്തില്ലാഹ്, റിദ്വാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി അവർ ആഗ്രഹിക്കുകയും ചെയ്തു. 4 വാക്ക് പറഞ്ഞപ്പോഴേക്കും 4 അനുഗ്രഹങ്ങൾ ലഭ്യമായി എന്നാണ് പറയുന്നത്. ഇതാണ് ആന്തരിക ശക്തി എന്ന് പറയുന്നത്. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആന്തരിക ശക്തി ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഹസ്ബുനല്ലാഹ് വനിഅ്മൻ നസീർ എന്ന് പറയാൻ കഴിയുന്ന, വനിഅ്മൽ വകീൽ എന്ന് പറയാൻ കഴിയുന്ന ആ ശക്തി ഇബ്രാഹിം അലൈഹിസ്സലാമിനുണ്ടായിരുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. ആ ശക്തി തന്നെയാണ് ഇന്ന് നമ്മളും സമാർജിക്കേണ്ടത്. ഈ ശക്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗസയിൽ ഈ ആന്തരിക ശക്തി അവർക്കുണ്ട്. നിങ്ങൾ നോക്കൂ, 40,000-ഓളം ആളുകളെയാണ് ഗസ എന്ന് പറയുന്ന ആ ചുരുങ്ങിയ പ്രദേശത്ത് ഖബറടക്കിയത്. കുട്ടികൾ, സ്ത്രീകൾ, യുവാക്കൾ, യോദ്ധാക്കൾ തുടങ്ങിയിട്ടുള്ള 40,000 ആളുകളെ ഖബറടക്കി. 40,000 ആളുകൾ ഖബറിസ്ഥാനിലല്ല, സ്കൂളുകളിൽ, മദ്രസകളിൽ, മസ്ജിദുകളിൽ, കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ഖബറടക്കി. ഒരൊറ്റ വ്യക്തി പോലും ഉണ്ടാവില്ല കുടുംബത്തിൽ ഏതാനും ആളുകൾ ഷഹീദായിട്ടല്ല. അങ്ങനെയുള്ള ഒരു ജനത, ആ ജനത കാണിക്കുന്ന ശക്തി ഏത് ശക്തിയാണ്? അത് ആയുധത്തിന്റെ ശക്തിയല്ല, അത് ശരീരത്തിന്റെ ശക്തിയല്ല, അത് ഈ ഇന്നർ സ്ട്രെങ്ത് ആണ്, ഉള്ളിലെ ശക്തിയാണ് എന്ന് നമ്മൾ കാണണം. നമ്മൾ അവർക്ക് വേണ്ടി കരയുന്നു, പക്ഷേ അവർ കരയുന്നില്ല. ഈ റമദാൻ എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത് എന്ന് അറിയാമോ? താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ടാർപോളിന്റെ ഷെഡുകൾ എങ്ങനെ അലങ്കരിക്കാമെന്ന കൂട്ടത്തിൽ മത്സരം, അവിടെ വെച്ച് ഖുർആൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്നവരാരാണ് എന്ന മത്സരം, ഇസ്രായേലികൾ തൊടുത്തുവിടുന്ന ബോംബുകളും മിസൈലുകളും അതിന്റെ ചെറിയ ചെറിയ പാർട്ടുകൾ വെച്ചുകൊണ്ട് എങ്ങനെ ആയുധങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന മത്സരം, കൊട്ടിതോരണങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, ഗാനങ്ങൾ, കവിതകൾ, ഇതെല്ലാം കൊണ്ട് അവർ ആഘോഷിക്കുകയാണ്. ഈ ശക്തി എവിടുന്ന് കിട്ടി? ആ ശക്തിയാണ് ഈ ഇന്നർ സ്ട്രെങ്ത്, ആന്തരിക ശക്തി എന്ന് പറയും. ആ ശക്തി നമ്മൾ സമാർജിക്കണം.
ആ ശക്തി സമാർജിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആന്തരിക ശക്തി ഇന്ത്യയിലും നമുക്കറിയാം, പലതരത്തിലുള്ള പ്രയാസങ്ങളെയും നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പൗരത്വം തന്നെ ഭീഷണിയിലാണ്. ഇന്ത്യയിൽ അഭിമാനമുള്ള പൗരന്മാരായി തീരുമോ, ജീവിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലുള്ള സംശയം നമുക്കുണ്ട്. നമ്മുടെ ദീനിനുമേൽ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പള്ളികൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് നിരത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു മാർഗങ്ങളുണ്ട്. രാഷ്ട്രീയമായി നമുക്ക് പ്രതിരോധിക്കാം, നിയമപരമായി നമുക്ക് പ്രതിരോധിക്കാം, സാംസ്കാരികമായി നമുക്ക് പ്രതിരോധിക്കാം, സാമൂഹ്യ തലത്തിൽ നമുക്ക് പ്രതിരോധിക്കാം, മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രതിരോധിക്കാം. പക്ഷെ ഏത് പ്രതിരോധം തീർക്കണമെങ്കിലും നേരത്തെ പറഞ്ഞ ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ എന്ന ആ ആന്തരിക ശക്തി നമുക്ക് ആവശ്യമുണ്ട്. ആ ശക്തി നേടിയെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഗസയുടെ അനുഭവം നമ്മൾ കാണുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ആളുകളെയും നമ്മൾ കാണുന്നു. ഈ രണ്ട് ആളുകളുടെയും മുഖഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഈ ആഭ്യന്തര ശക്തി, മരണഭയമില്ലായ്മ, മുന്നോട്ട് കുതിക്കാനുള്ള ശക്തി, ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത, ആത്മീയമായ ശക്തി, ഐഹിക ജീവിതത്തിന്റെ നൈമിഷികതയെക്കുറിച്ചുള്ള ഓർമ്മ, പരലോകത്തിന്റെ ശാശ്വതികതയെക്കുറിച്ചുള്ള ഓർമ്മ, ഈ ഓർമ്മ എത്രമേൽ നമ്മുടെ ആളുകളിൽ ഭദ്രമായി വളരേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പ്രിയപ്പെട്ട സ്ത്രീകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. ഗസയിലെ സ്ത്രീകൾ പെറ്റുപോറ്റിയതുപോലെയുള്ള കുഞ്ഞുങ്ങളെ, പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾ പെറ്റുപോറ്റണം. അവർക്ക് നിങ്ങൾ തർബിയത്ത് കൊടുക്കണം. ഈ ആന്തരിക ശക്തി അവരിൽ നട്ടുപിടിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അന്യാധീനപ്പെട്ടു പോയ മസ്ജിദുകളെ കുറിച്ച്, അന്യാധീനപ്പെട്ടു പോയ നമ്മുടെ അഭിമാനത്തെക്കുറിച്ച്, ചരിത്രത്തിലെ നമ്മുടെ വലിയ ഭാഗധേയത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ധീരരായ മക്കളെ വളർത്തുവാൻ, ധീരരായ മക്കൾക്ക് ജന്മം നൽകുവാൻ നിങ്ങൾക്ക് കഴിയണം. യുവാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിരാശരാകരുത്. എന്തുകൊണ്ടാണ് ഇസ്ലാം ആക്രമിക്കപ്പെടുന്നത്? ഇസ്ലാം ആക്രമിക്കപ്പെടുന്നത് ലോകത്തെ നയിക്കുവാനുള്ള പൊട്ടൻഷ്യൽ ഇസ്ലാമിലുള്ളത് കൊണ്ടാണ്. ആ പൊട്ടൻഷ്യൽ ഇസ്ലാമിൽ ഇല്ലെങ്കിൽ പിന്നീട് ഇസ്ലാം ആക്രമിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട്, അതിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, അതിനെ പ്രസന്റ് ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലെത്തിയാലും, യൂറോപ്പിലെത്തിയാലും, അമേരിക്കയിലെത്തിയാലും, അറബ് രാജ്യങ്ങളിലെത്തിയാലും, ആഫ്രിക്കൻ രാജ്യങ്ങളിലെത്തിയാലും, അവിടങ്ങളിലെല്ലാം തന്നെ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യേണ്ടിടത്ത് പ്രസന്റ് ചെയ്തും, എല്ലാ മേഖലകളിലും ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്തും അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് നിലകൊള്ളാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗസയിലെ ജനങ്ങൾക്ക് ഈ കരുത്തുണ്ടായപ്പോൾ അമേരിക്കയെ അത് നിയന്ത്രിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയിലെ ഭരണമാറ്റത്തിന് ഗസയായിരിക്കും കാരണമായി തീരുക. ഇസ്രായേലിന്റെ ഭരണമാറ്റത്തിന് ഗസയായിരിക്കും കാരണമായി തീരുക. യൂറോപ്പിന്റെ മനം മാറ്റത്തിന് ഗസ എന്ന് പറയുന്ന പാവപ്പെട്ടവരായിരിക്കും കാരണമായി തീരുക. അതെന്തുകൊണ്ടാണ്? ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ സ്വയം സമർപ്പിച്ചു, അതവരെ മാറ്റി അവർ ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നു. ഈ ശക്തി യുവാക്കൾ നേടിയെടുക്കണം, കുട്ടികൾ നേടിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ദൂരീകരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മാസം നമ്മൾ ചെയ്തിട്ടുള്ള ഇബാദത്തുകളുടെ
റൂഹ് ആത്മാവ് ചോർന്നു പോകാതെ ജീവിതത്തിൽ നിലനിർത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ നമസ്കാരവും നോമ്പും നീ സ്വീകരിക്കണമേ അള്ളാഹുവേ. അള്ളാഹുവേ, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഇസ്ലാമിക സമൂഹത്തിൽ നീ ഐക്യമുണ്ടാക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്ത, ഞങ്ങളുടെ കാര്യത്തിൽ നിന്നെ ഭയപ്പെടാത്ത ആളുകളെ ഞങ്ങളുടെ മേൽ അധികാരികളാക്കരുതേ നാഥ. ഞങ്ങളുടെ മേൽ അധികാരികളാക്കരുതേ നാഥ. അല്ലാഹുവേ, നിന്റെ മസ്ജിദുകൾ തകർത്തുകൊണ്ടിരിക്കുന്നവരെ, നിന്റെ മസ്ജിദുകൾ തകർത്തുകൊണ്ടിരിക്കുന്നവരെ, അവിടെ നിന്നെ ആരാധിക്കാൻ അവസരം നൽകാത്തവരെ, നിന്റെ ദീനിൽ നിന്ന് ആളുകളെ തടയുന്നവരെ അല്ലാഹുവേ ഞങ്ങളുടെ മേൽ അധികാരികളാക്കരുതേ നാഥ. ഞങ്ങൾക്ക് ആന്തരികമായ കരുത്തു നീ നൽകണമേ തമ്പുരാനെ. ഏത് പ്രതിസന്ധിയെയും നേരിടുവാനുള്ള ചങ്കൂറ്റവും ആവേശവും നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഗസ്സയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നീ ഭക്ഷണം നൽകണമേ തമ്പുരാനെ. അവർക്ക് വെള്ളം ലഭ്യമാക്കണമേ തമ്പുരാനെ. അവർക്ക് മരുന്നുകൾ ലഭ്യമാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവരിൽ നിന്നുള്ള രക്തസാക്ഷികളായി സ്വീകരിച്ച് സ്വർഗത്തിന്റെ ഉന്നത പദവിയിലേക്ക് അവരെ ആനയിക്കണമേ തമ്പുരാനെ. അവരിൽ നിന്ന് മുറിവേറ്റ ആളുകളുണ്ട്, അവർക്ക് വേഗം ശിഫ നൽകണമേ തമ്പുരാനെ. അവരിൽ നിന്ന് രോഗികളായി തീർന്നവരുണ്ട്, അവർക്ക് നീ ആശ്വാസം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെയും നിന്റെ ദീനിന്റെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെയും ശത്രുക്കളെ നീ നശിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിം, اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. تقبل منا دعاءنا يا رب العالمين. اللهم تقبل منا صيامنا وقيامنا وسائر أعمالنا يا رب العالمين. اللهم اجعل شهر رمضان شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا، واجعله حجة لنا لا حجة علينا. اللهم بارك لمسلم الهند يا رب العالمين. اللهم وحد كلمتهم، اللهم وحد كلمتهم، اللهم وحد كلمتهم يا رب العالمين. اللهم لا تسلط علينا من لا يرحمنا ولا يخاف فينا يا رب العالمين. اللهم لا تسلط علينا من لا يرحمنا ولا يخاف فينا يا رب العالمين. اللهم لا تسلط علينا من يصد عن دينك ودين نبيك يا رب العالمين، عن دينك ودين نبيك يا رب العالمين. اللهم لا تسلط علينا من يمنع مساجد الله أن يذكر فيها اسمك يا رب العالمين يا رب العالمين. اللهم انصر المجاهدين في أنحاء العالم، في كل جهات العالم يا رب العالمين. اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في غزة يا رب العالمين. اللهم انصر المسلمين في غزة يا رب العالمين. اللهم أطعمهم يا جبار، اللهم اسقهم يا جبار، اسقهم يا جبار. اللهم أطعمهم يا جبار، اللهم أطعمهم يا جبار. اللهم اشف مرضاهم، اللهم اشف مرضاهم، اللهم اشف مرضاهم. اللهم تقبل شهداءهم، اللهم تقبل شهداءهم، اللهم تقبل شهداءهم يا رب العالمين. اللهم أهلك اليهود واليهودية يا رب العالمين. اللهم أهلك اليهود والصهيونية يا رب العالمين. اللهم دمرهم يا جبار. اللهم
أهلكهم يا قهار اللهم أهلكهم يا قهار اللهم شتت شملهم وفرق جمعهم يا رب العالمين وفرق جمعهم يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبهم غلا للذين آمنوا إنك رؤوف رحيم والسلام والحمد لله رب العالمين.